ഇനിയും ഞാൻ ഈ കാണുന്ന മെസ്സൊന്നും ക്ലീൻ ആക്കിയില്ലെങ്കിൽ വല്ല ആക്രിക്കടയാന്നും പറഞ്ഞ് എന്റെ വീട് ആക്രികൾ പറക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ക്ലീൻ ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവൾക്ക് നാണമില്ല ആക്രിയൊക്കെ കാണിക്കാന്ന്. ഇല്ല, എനിക്ക് നാണമില്ല. എന്റെ വീട്ടിലൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അത് വേറൊന്നുമല്ല, സോഫയുടെ ബാക്കിൽ. ഇന്ന് എന്തൊക്കെ ഇവിടെ കണ്ടെത്താൻ നമുക്ക് തപ്പി നോക്കാം. ഐറ്റം നമ്പർ 1 സോക്സ്. ഐറ്റം നമ്പർ 2 കുറെ നാളായിട്ട് കാണാതിരിക്കുന്ന ഹെഡ് മസാജർ. മസാജിന്റെ എല്ലാ സാധനങ്ങളും ഉള്ളിലുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസ്ക്ലൈമർ, ഇത് ഞങ്ങളുടെ മസാജ് സ്റ്റോറേജ് ബോക്സ് ആണ്. ഓക്കെ. ഐറ്റം നമ്പർ 3 നീ മസാജർ. ഐറ്റം നമ്പർ 4 വാട്ടർ ബോട്ടിൽ. ഭാഗ്യം അത്രേ ഉള്ളൂ. സ്റ്റോക്കൊക്കെ തീർന്നു തോന്നുന്നുണ്ട്. 2 ചെരുപ്പും കൂടി ഇട്ടാ ഖദം ഖുദം ഹോഗയാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സാധനം കീ തൂക്കാൻ വാങ്ങിച്ചതാണ്. പക്ഷെ താക്കോൽ ഒഴികെ ബാക്കി എല്ലാ സാധനവും തൂക്കിയിട്ടുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട് വൃത്തിക്ക് സൂക്ഷിക്കണം എന്നൊക്കെ. പക്ഷെ എടുത്തോടുത്ത് വെക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല. ഇനിയാണ് നമ്മൾ റിയൽ അഡ്വഞ്ചറിലേക്ക് കിടക്കാൻ പോകുന്നത്. ദ മോറൽ ഓഫ് ലൈഫ് ഈസ് പാത്ര മോറൽ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ബൂം ചിക് വാവ മൊമെന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ ചെയ്യലോ വേസ്റ്റ് കളയലോ ഒന്നുമല്ല എനിക്ക് ഏറ്റവും മടിയുള്ള പാട്ട്. പുതിയ റബീഷ് ബിന്നിട. ഞാൻ എപ്പോഴും മടി കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ പുതിയ റബീഷ് ബിന്നിടാനായിട്ട്. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഇതാണ് ജീവിതത്തിന്റെ കൈപ്പുള്ള സത്യം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഈ വാക്യൂം കൂടി ചെയ്താൽ ഇന്നത്തെ പരിപാടി ക്ലോസ്. എൻ്റെ ഒരു സമാധാനത്തിന് ഒരു ക്യാൻഡിലും കൂടി അങ്ങ് കത്തിച്ചേക്കാം. അപ്പം ഇന്നത്രേ ഉള്ളൂ. ബൈ.